അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ മദർ ഹോമിൻ്റെ ശുശ്രൂഷയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ്. ഈ സുവിശേഷ പ്രഘോഷണം കാണുകയും കേൾക്കുകയും ജീവിതത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ കൂടെയും ദൈവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വചനം കേൾക്കുന്നവർ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അവരെ വിളിച്ച് സ്നേഹപൂർവ്വം അച്ഛാ, അച്ഛൻ പറഞ്ഞ പ്രസംഗം കേട്ടച്ച, മനസ്സെ പ്രചോദിപ്പിച്ച അച്ഛ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. തീർച്ചയായും ഈ വചനം കേൾക്കുന്നവരിൽ നിന്ന് ഇനിയും ഇതുപോലെയുള്ള പോസിറ്റീവായ പ്രതികരണങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചാനലുകൾക്കും ഈ ശുശ്രൂഷ നടത്തുന്നവർക്കൊക്കെ അത് പ്രോത്സാഹനജനകമാണ്. നിങ്ങൾ അവരെയും വിളിച്ച് അഭിനന്ദനങ്ങളും നല്ല വാക്കുകളും പറയണം എന്നും കൂടെ ഞാൻ ആനുഷംഗികമായി ഇപ്പോൾ ഓർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചു വരിക, മനുഷ്യരുടെ മനസ്സിൽ എത്രമാത്രം അമർഷവും ദേഷ്യവും വിരോധവും ശത്രുതയൊക്കെ കൊണ്ടുനടക്കുന്നത്. പലപ്പോഴും ധ്യാനത്ത് വരുമ്പോൾ ആളുകൾ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത ക്ഷമിക്കാൻ പറ്റുന്നില്ല അച്ഛാ, മറക്കാൻ പറ്റുന്നില്ല അച്ഛാന്ന. തീർച്ചയായും അവിടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങളോ മുറിവുകളോ വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മനസ്സിങ്ങനെ നീറിക്കൊണ്ടിരിക്കുക. അത് ഉള്ളിൽ കിടക്കുമ്പോൾ, ഇതൊന്നും ഉള്ളിൽ പോകാത്തപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കും, എങ്ങനെ ദൈവത്തെ ആശ്രയിക്കും? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കും. എന്താണ് പുണ്യം എന്ന് പറയുന്നത്? പിണക്കമില്ലാത്ത മനസ്സാണ് പുണ്യം. പുണ്യങ്ങൾ പൂക്കുന്നതാണ് വിശുദ്ധി എന്ന് പറഞ്ഞു വെക്കുന്നത്. ആ പുണ്യങ്ങളുടെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ആരോട് ദേഷ്യമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല എന്ന് ചിന്തിക്കുന്ന ഈ ഒരു മനോഭാവത്തെയാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. അതുണ്ടാകുന്നത് എങ്ങനെയാണ്? അതിന് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട 3-4 ബോധ്യങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. കൺവെൻഷനുകളിലും ധ്യാനങ്ങളിലും ഒക്കെ ആവർത്തിച്ച് പറയുന്ന കുറെ ചിന്തകളുണ്ട്. അല്ലെ, പ്രധാനപ്പെട്ട 3 ചിന്തകൾ ഈ ദിവസങ്ങളിൽ ശക്തമായി ഞാൻ പങ്കുവെച്ചതും. 1, എൻ്റെ ദൈവം അറിയാതെയോ അനുവദിക്കാതെയോ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. 2, ദൈവം എന്നോട് കരുണ കാണിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. 3, എൻ്റെ എല്ലാ നൊമ്പരങ്ങൾക്കും വേദനകൾക്കും മുമ്പിൽ ദൈവം എനിക്ക് പ്രതിഫലം തരും. ഈ 3 ബോധ്യങ്ങൾ മനസ്സിൽ ആഴത്തിൽ നിൽക്കുന്നതിനാ വിശ്വാസം എന്ന് പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ദൈവത്തിലും പരിശുദ്ധാത്മാവിലും കൂദാശകളിലും ഒക്കെയുള്ള
ഒരു ദൈവശാസ്ത്രപരമായ വിശ്വാസം മാത്രം പോരാ, മറിച്ച് അനുദിന ജീവിതത്തിന്റെ നടപടികളിലും നമ്മുടെ പദയാത്രകളിലും ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ച് വിശ്വസിക്കാൻ തുടങ്ങണം. അതൊരു പ്രാക്ടിക്കൽ വിശ്വാസമാണ്. ഇന്ന് ചിലപ്പോൾ പല ആളുകൾക്ക് ഭയങ്കരമായ ദൈവവിശ്വാസമുണ്ട്, ദൈവശാസ്ത്ര ഒരു വിശ്വാസം. അത് പോരാ. നമ്മുടെ അനുദിന ജീവിതത്തില് ഓരോ നിമിഷവും ദൈവം അടുത്തുണ്ട്, ദൈവം നയിക്കുന്നുണ്ട്, ദൈവം ഇടപെടുന്നുണ്ട് എന്നൊക്കെയുള്ള ബോധ്യവും കൂടെ സൂക്ഷിക്കണം. ആ വിശ്വാസത്തിന്റെ 3-4 ചിന്തകളാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെച്ചത്. എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത് ഇതിലെ വേറൊരു ചിന്തയാണ്. പ്രിയപ്പെട്ടവരും, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കണമെങ്കിൽ, മറ്റുള്ളവർ നമ്മോട് ചെയ്തു വെക്കുന്ന അതിക്രമങ്ങളൊക്കെ ക്ഷമിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട നല്ലൊരു ബോധ്യം എന്തായിരിക്കണം? അതായത് ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്ന് മാത്രമല്ല, ഞാൻ ദുർബലനും ബലഹീനമായതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി ഇടപെടും. ദൈവം അവരോട് ചോദിച്ചോളും. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നവനാണ്. ഞാൻ ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഓർക്കും, പ്രതികാരം, വാശി എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അത് ഒരു തെറ്റായ വാക്ക് മാത്രമല്ല, ശൈലി മാത്രമല്ല, മറിച്ച് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇടപെടുന്ന രീതിയും കൂടി അത്. ഞാൻ ഇങ്ങനെ വായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, 56-ാമത്തെ സങ്കീർത്തനം. 56-ാം സങ്കീർത്തനത്തിൽ 1 മുതൽ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വായിക്കാം. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവൻ ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു, ദിവസം മുഴുവൻ എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മതിക്കുന്നു, അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു. എന്നാൽ ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കുന്നു. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദിവസം മുഴുവൻ അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു. അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ്. അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു. അവർ എൻ്റെ പ്രാണന് വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികൾ നിരീക്ഷിക്കുന്നു. കർത്താവെ, അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നീ നൽകണമേ. അതിന് ഓർക്കണം, അവരിങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. കർത്താവെ, അവരെ നീ വെറുതെ വിടരുത്. നീ അവർക്ക് പ്രതിഫലം കൊടുക്കണം. അതായത് നീ ഇടപെടണം. ഞാൻ ദുർബലൻ, നിസ്സഹായനുമാണ്. എനിക്ക് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. മറിച്ച് ആരാണ് എനിക്ക് വേണ്ടി ഇടപെടുക? നീ ഇടപെടണം. നീ ശക്തനാണ്, എൻ്റെ സംരക്ഷകനാണ്, എൻ്റെ ദൈവമാണ്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം എനിക്ക് വേണ്ടി പകരം വീട്ടുമെന്നും ദൈവം എനിക്ക് വേണ്ടി ചോദിക്കുമെന്നും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായത്തില് ക്രിസ്തീയ ജീവിത നിയമങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്ന വചനഭാഗമുണ്ട്. 9 തൊട്ട് 21 വരെ വചനം. റോമാലേഖനം 12, 9 മുതൽ 21 വരെ. അതിലിങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തെ വിട്ടേക്കുക. കർത്താവ് പകരം വിട്ടിക്കൊള്ളും. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ നീ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ നീ അവരുടെ ശിരസിൽ തീക്കനൽ കൂന കൂട്ടും. അതായത് നീ പ്രതികാരത്തിന് പോകണ്ട, നീ യുദ്ധത്തിന് പോകണ്ട, നീ വഴക്കിന് പോകണ്ട. നിനക്ക് വേണ്ടി ആരിടപെടും? കർത്താവ് ഇടപെടും. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഇടപെടും. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചോദിക്കും എന്നൊക്കെയുള്ളൊരു ആഴമേറിയ വിശ്വാസവും ബോധ്യം മനസ്സ് സൂക്ഷിക്കണ്ടേ. ഇന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നത്, നമ്മളെ തല്ലിയവനെ നമുക്ക് തല്ലിയൊക്കെ തീർത്തേക്കാം, തെറി പറഞ്ഞവനെ തെറി പറഞ്ഞ് നമുക്ക് തോപ്പിച്ചേക്കാം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഈ പഴയ നിയമത്തിലെ ശൈലിയെ പലപ്പോഴും സൂക്ഷിക്കുന്നത്. മറിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് വെച്ച് വിട്ടുകൊടുക്കണം. നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ ചെറിയ കുട്ടികൾ സ്കൂളിൽ വെച്ച് ചേട്ടന്മാര് ഏതെങ്കിലും ഉപദ്രവിക്കുമ്പോഴും പേന കട്ടെടുത്ത് പുസ്തകം പഠിച്ചു കയറി അങ്ങനെയൊക്കെ ഇവർ ഉപദ്രവിക്കുമ്പോൾ ഈ കൊച്ചു എതിരിടാൻ പറ്റിയിടം. അവർക്ക് അറിഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്, ഞാൻ്റെ പപ്പാട് എന്ന് പറയും, ഞാൻ്റെ പപ്പാട് പറയും. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ പപ്പ നിന്നേക്കാൾ ശക്തനാണ്, എൻ്റെ പപ്പ നിന്നോട് ചോദിച്ചോളും, ഞാൻ ബലഹീന, എനിക്കിതിനെ എതിർക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവർ, ഈ കുഞ്ഞുങ്ങളുടെ വിശ്വാസം നമുക്കുണ്ടാകണ്ടേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത്? ഞാൻ ദുർബലനാണ്, പക്ഷേ ദൈവം ചോദിച്ചോളും. അതാണ് പൗലോസ് പറഞ്ഞു വെച്ചത്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ ആഹാരം കൊടുക്ക്, ദാഹിക്കുന്നുവെങ്കിൽ നീ കുടിക്കാൻ കൊടുക്ക്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? നിന്റെ കർത്താവ് പകരം വിട്ടിക്കോളും. നീ പകരം വിട്ടാൻ പോണ്ട. ഇന്ന് പലപ്പോഴും പലരുടെ മനസ്സിൽ പകരം വീട്ടിലേക്ക് ചിന്തിക്കുന്നു, പ്രതികാര ചിന്തകളൊക്കെ. മറിച്ച് ദൈവത്തിന്റെ ഇടപെടലിൽ വിട്ടുകൊടുത്തേക്കണം പ്രിയപ്പെട്ടവരെ. ദൈവം ഇടപെടട്ടെ, ദൈവം ചോദിക്കട്ടെ. നമുക്കറിയാം, പഴയ നിയമത്തില് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന്റെ 21-ാമത്തെ അധ്യായത്തില് ശക്തനായ നാഹാബ് രാജാവും ജസബൽ രാജ്ഞിയും
പാവപ്പെട്ട മനുഷ്യൻ നാബോത്ത്, അയൽവക്കത്തെ നാബോത്തിന്റെ സ്ഥലം ഈ രാജ്ഞിയും രാജാവും കൊണ്ട് കയ്യേറി കൊട്ടാരം പണിയാൻ വേണ്ടി. നാബോത്തിനോട് എന്ന് സ്ഥലം തരാവോ എന്ന് ചോദിച്ചപ്പോൾ തരാൻ പറ്റിയെന്ന് പറഞ്ഞു. എന്റെ പിതൃ സ്വത്താണിത്, പൂർവികരിലൂടെ കിട്ടിയ സ്വത്താണ്, ഞാൻ തരികയില്ല. പക്ഷേ യാഹാബ് രാജാവ് അധികാരം ഉപയോഗിച്ച്, കരുത്ത് ഉപയോഗിച്ച് ആളുകളെ കൂട്ടിച്ചേർത്ത് കള്ളക്കഥ ഉണ്ടാക്കി, കേസുണ്ടാക്കി പാവപ്പെട്ട നാബോത്തിനെ കല്ലെറിഞ്ഞു വന്നു. അവന്റെ സ്വത്ത് കയ്യേറി. ഇത് കണ്ടിട്ട് കേട്ടിട്ട് അന്ന് പ്രവാചകനെ ഏലിയ കൊടുങ്കാറ്റ് പോലെ വന്ന് പറഞ്ഞു രാജാവിനും രാജ്ഞിയോടും, ഇത് നിങ്ങൾ ചെയ്തു വെച്ചു, പാവൻ നാബോത്ത് നിങ്ങൾക്ക് എതിരിടാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ സൂഹിക്കാൻ പറ്റുമെന്ന്, നിങ്ങൾ വിചാരിക്കരുത് ദൈവം കണ്ടില്ലെന്ന്. കർത്താവ് പകരം വിട്ടും. തിഷ്ബനായ ഏലിയായുടെ സ്വരം അതാ, കർത്താവ് ചോദിച്ചോളും. എന്നിട്ട് പറഞ്ഞു വെച്ചു, ഇതാ ജസബേലിന്റെ ശരീരം നായ്ക്കൾ തിന്നും, ആഹാബിന്റെ ചോരയില് വേശ്യകൾ കുളിക്കും, നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. പ്രിയപ്പെട്ട ബൈബിൾ എന്തെങ്കിലും എടുക്കുന്നവര് 1 രാജാക്കന്മാർ 21-ാമത്തെ അധ്യായം എടുത്ത് നോക്കണത്. കൊടുങ്കാറ്റ് പോലെ ഏലിയ പ്രവാചകന്റെ സ്വരം, ജസബലിനെ നായ്ക്കൾ തിന്നുമെന്നും രാജാവിന്റെ രാജ്ഞിയുടെ ചോരയിൽ വേശ്യകൾ കുളിക്കുമെന്നും പട്ടി കടിച്ചു കീറുമെന്നൊക്കെ പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിച്ചോ? നമ്മൾ അത്ഭുതം തോന്നും. നിങ്ങളുടെ സമ്പൂർണ്ണ ബൈബിളിൽ ഒരൊറ്റ പേജ് മറിച്ച് 22-ാമത്തെ അധ്യായത്തില് ഹെഡിങ് തന്നെ എന്താ? രാജാവിന്റെ മരണമെന്നാണ്. ആഹാബ് രാജാവ് കൊല്ലപ്പെട്ടു. യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതോ പടയാളി തന്റെ അമ്പും വില്ലും ഒരുക്കിയപ്പോൾ തന്നെ കയ്യബദ്ധം പോലെ പാഞ്ഞുപോയ ഒരു അമ്പ് വന്നുകൊണ്ട് ചോര വാർന്നൊഴുകി. കിടക്കാൻ നോക്കിയിട്ട് കൂടെയുള്ളവർ കിടക്കാൻ സമ്മതിച്ചില്ല. രാജാവേ, അങ്ങ് ഉയർന്നു നിന്നാൽ മാത്രമല്ലേ യുദ്ധത്തിൽ പോകാൻ പറ്റുള്ളൂ മറ്റു പടയാളിക്കാർക്ക്. അങ്ങനെ നിന്ന് ചോര വാർന്ന് 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 ചോര ഒഴുകി രാജാവ് മരിച്ചു. ഈ രഥത്തിൽ വീണ ചോര രഥത്തിന്റെ തോളയിലൂടെ പുറത്തേക്ക് ഒഴുകി. യുദ്ധക്കാലത്തെ ആദ്യത്തെ ചോരയുടെ മണം പിടിച്ച് നായ്ക്കൾ വന്ന് ആ നായ്ക്കൾ ചോര നക്കി കുടിച്ചു. വൈകുന്നേരം രഥം കൊണ്ടേ കഴുകി വേശ്യകൾ കുളിക്കുന്ന കുളത്തില് അതാ രാജാവിന്റെ ചോരയിൽ വേശ്യകൾ കുളിച്ചു വരുന്നു. കൊട്ടാരത്തിലെ മട്ടുപ്പാവില് എന്താ യുദ്ധമെന്നറിയാൻ നോക്കി നിന്ന് ജസബൽ രാജ്ഞിയെ പുറയിക്കോടെ കയറി പട്ടാളക്കാർ ഉന്തി താഴെ കിട്ടും. താഴെ വീണ് തല തല്ലി തകർന്ന് അവളോടെ കിടന്ന് പട്ടി വന്ന് അവളെ കടിച്ചു കയറി. തല പൊട്ടി തകർന്നുകൊണ്ട് ആരാ തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. അക്ഷരമ്പതി സംഭവിച്ച പ്രിയപ്പെട്ടവരെ, അതായത് ദുർബലനും നിസ്സഹായനും വേണ്ടി കർത്താവ് ഇടപെടുന്ന എത്രയോ സംഭവങ്ങളാണ് പഴയ നിയമത്തിൽ വായിക്കുന്നത്, ബൈബിൾ ഉടനീളം നമ്മൾ വായിക്കുന്നത്. ഇതുപോലെ നിങ്ങളും വിശ്വസിക്കണം, ഞാൻ ദുർബലനും ബലഹീനനുമായിരിക്കെ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇടപെടും. കർത്താവ് എനിക്ക് വേണ്ടി ചോദിച്ചോളും, എനിക്ക് വേണ്ടി പകരം വെട്ടിക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ബലഹീനനായിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മൾ ആരും ഒറ്റയ്ക്കല്ല, കർത്താവ് കാണുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെ പറ്റിച്ചു, നിങ്ങൾക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, കേസ് കൊടുത്തിട്ട് പോലും മുന്നോട്ട് പോകുന്നില്ല. ചിലപ്പോൾ പോലീസ് സംവിധാനങ്ങളൊക്കെ അവിടെ ഭാഗത്തായിരിക്കാം. മറിച്ച് പ്രിയപ്പെട്ട മകനെ മകളെ, നീ വിശ്വസിച്ച് ഏറ്റുപറ, എൻ്റെ കർത്താവെ നീ ഇടപെടണമേ എന്ന്. കർത്താവ് ഇടപെടും, എനിക്ക് വേണ്ടി കർത്താവ് ഇടപെടും. ഓരോ നിഷ്കളങ്കന്റെയും ദുർബലന്റെയും കണ്ണുനീരിനും വേദനയ്ക്കൊക്കെ കർത്താവ് പ്രതിഫലം കൊടുക്കുന്നവനാണ്. മാനുഷിക രീതിയിൽ ചെയ്യാൻ പറ്റാത്തവന്റെ അടുത്ത് കർത്താവ് കടന്നു വന്ന് അവന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില തിക്താനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ, നിഷ്ഠൂരമായി നിഷ്കരണമായി ചവിട്ടി അരയ്ക്കപ്പെടുമ്പോൾ നിങ്ങൾ ആരുമില്ല എന്നോർത്ത് പെരുക്കുകയോ നിരാശപ്പെടുകയോ വേണ്ട. കർത്താവ് ചോദിക്കും. ഈ ഒരു വിശ്വാസം, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചോദിക്കും എന്ന വിശ്വാസം എത്രമാത്രം ശക്തമാകുന്നതനുസരിച്ച് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള ആ മനസ്സിന്റെ ആസക്തി മാറും. നമ്മൾ ചോദിക്കാൻ പോകണ്ടെന്നേ, കർത്താവ് ചോദിക്കട്ടെ. നിന്നെ പറ്റിച്ചുകൊണ്ട് നീ വഴക്കുണ്ടാക്കാൻ പോണ്ട, കർത്താവ് ചോദിക്കും. ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മുടെ നാടൻ ഗ്രാമങ്ങളിലൊക്കെ സാധാരണ ആൾക്കാരൊക്കെ പലപ്പോഴും വഴക്കുകളൊക്കെ തീർക്കുന്നത് ഈ വിശ്വാസം കൊണ്ടാണ്. ഇടവേഗ ജീവിച്ച അച്ഛനാണ് ഞാൻ. തന്നെ ഗ്രാമത്തിലൊക്കെ ആൾക്കാരൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വഴക്കുണ്ടാക്കാറുണ്ട്. കൃഷിയിടങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ട്, അയൽവക്കംകാർ വഴക്കുണ്ടാക്കാറുണ്ട്. അവരുടെ അറിവില്ലായ്മ കൊണ്ടും അവരുടെ മാനുഷിക കുറവുകൾ കൊണ്ടൊക്കെ ഉണ്ട്. എല്ലാ വഴക്കുകളും പോലീസ് സ്റ്റേഷനിലല്ല തീരുന്നത്, എല്ലാ വഴക്കുകളും കോടതി വരാന്തരല്ല തീരുന്നത്, എല്ലാ വഴക്കുകളും അടിവെച്ചല്ല തീരുന്നത്. മറിച്ച് എങ്ങനെ തീരുന്നത്? അവർ വിശ്വസിക്കും ദൈവം ചോദിക്കട്ടെ എന്നും. പാവപ്പെട്ട ജോസിന്റെ വാഴക്കൊല ഒരാൾ കട്ടുകൊണ്ട് പോയി, നന്നായി വളർത്തിക്കൊണ്ടുവന്ന വാഴ മൂത്ത 3-4 കൊല കൊത്തിക്കൊണ്ടുപോയി ആരുണ്ട് രാത്രിയിൽ. ജോസിന് ഭയങ്കര സങ്കടവും വിഷമവും പ്രയാസമായി.
സംശയത്തോടെ ആരോ പറഞ്ഞു, ജോസെ അത് അയലോക്കത്തെ റോയ് കൊത്തിയതാ. പ്രശ്നമായി. ജോസ് റോയിയാ കൊത്തിയെന്ന് പറഞ്ഞു. ഇവിടെ റോയ് കൊത്തിയിട്ടില്ല. പിന്നെ ആരോ കൊത്തി. അവസാനം അങ്ങോട്ട് തെറിയും വഴക്കും ബഹളമാകുമ്പോൾ മധ്യസ്ഥം പറഞ്ഞ് പള്ളി വിട്ടത് വരിക. ഒരാൾ കൊത്തിയെന്ന് പറയുന്നു, ഒരാൾ കൊത്തിയില്ലെന്ന് പറയുന്നു. ആരാ ചെയ്തതെന്ന് നമുക്ക് തിരിച്ചറിയാൻ CBI ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. കുറെ വഴക്കും ബഹളം കഴിയുമ്പോൾ എന്താണ് പറഞ്ഞു വെക്കുക? കൊത്തിയെന്ന് ആരോപിക്കപ്പെട്ടവൻ റോയ് പറഞ്ഞു വെക്കും, അച്ഛാ ഈ കൊലയുടെ കാശ് ഞാൻ പള്ളി നട വെക്കാച്ച, പള്ളിയും മുമ്പിൽ വെക്കാച്ച, അവൻ എടുത്തോട്ടച്ച, കർത്താവ് കാണുവച്ച. അതായത് ഈ പൈസ പള്ളി നട കൊണ്ടുപോയി വെച്ചിട്ട് ഇവരെന്താ പറയാ, ദൈവമേ നീ കാണണം, നീ ഇതിന് സത്യം തെളിച്ചു കൊടുക്കണം, നീ വെളിപ്പെടുത്തി കൊടുക്കണം. അവര് അങ്ങനെയാ പ്രശ്നം തീർക്കുന്നത്. അത് കഴിയുമ്പോൾ മറ്റൊരു തോന്നും, ഇത് പൈസ അല്ലെങ്കിൽ അടുത്ത മോശമല്ലേ, തീരും, കേസ് തീരും. കാരണം അവന് നല്ല ഉറപ്പാ ഞാൻ എടുത്തിട്ടില്ലെന്നും. നാടൻ ഗ്രാമങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ ചിലപ്പോഴൊക്കെ സ്ത്രീകളൊക്കെ വഴക്കുണ്ടാക്കാറില്ലേ? കോഴിയുടെ പേരിലും ചിലപ്പോൾ നെല്ലിന്റെ പേരിലും ഒക്കെ വഴക്കുണ്ടാക്കാറില്ലേ? പച്ചക്കറി പറിച്ചു, എൻ്റെ ചെടിയിലെ പൂ പറിച്ചു, അല്ലെ കോഴി കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഈ വഴക്കുകളൊക്കെ എങ്ങനെയാ തീരുന്നത്? എല്ലാം അടിവെച്ചല്ല പിരിയുന്നത്. കുറച്ച് രണ്ട് തെറിയൊക്കെ പറയുമായിരിക്കും, അങ്ങോട്ട് അതിശയ വാക്കുകളൊക്കെ പറയും. അവസാനം അവർ എന്തു പറഞ്ഞാ പ്രശ്നം തീർക്കുന്നത്? പറയുന്ന ഒരു നല്ല ഡയലോഗുണ്ട്, ഇതെല്ലാം കാണുന്ന ഒരുത്ത മോളിരിപ്പുണ്ട്, അവൻ എന്നോട് ചോദിച്ചോളുന്നു. എല്ലാ വഴക്ക് അയൽവക്കാരും വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേലിപ്പത്രത്തിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് തെറി ചിത്തയൊക്കെ പറഞ്ഞു അവസാനം തീർത്തു പോകുന്ന പോലെ ഇതെല്ലാം കാണുന്ന ഒരുത്ത മോളിരിപ്പുണ്ട്, അവൻ ചോദിച്ചോളുന്നു. ഇതാരാ മോളിരിക്കുന്നു പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞത്? ഫ്യൂസ് കെട്ടാൻ വന്ന ലൈൻമാനാണ് മോളിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്, അല്ലെ തെങ്ങി എത്താൻ വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്? അല്ല, ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്, ദൈവം മുകളിലിരിപ്പുണ്ട്. ദൈവം ചോദിക്കട്ടെ, ദൈവം ചോദിക്കും. ഈ വിശ്വാസം കൊണ്ടാ അവർ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നത്. കർത്താവ് പകരം വീട്ടിക്കൊള്ളും. പ്രിയപ്പെട്ട നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുമ്പോഴും പീഡിപ്പിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ ഇത് പറഞ്ഞു വെക്കണം, കർത്താവ് ചോദിക്കട്ടെ. നിഷ്കളങ്കൻ എന്ന് ഓർത്തോണം, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ദുർബലൻ എന്ന് ഓർത്തോണം, നിനക്ക് വേണ്ടി വാദിക്കുന്ന ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കടന്നു വരുന്ന കർത്താവുണ്ട്. അതുകൊണ്ടാ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ വചനമുണ്ട്, സൈന്യങ്ങളുടെ കർത്താവ്, യുദ്ധം ചെയ്യുന്ന ദൈവം എന്ന് കർത്താവിനും. അതായത് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദൈവം ഇടപെടും. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങളുടെ മുമ്പിൽ ഞാൻ ചിന്തിക്കും, ദൈവമേ എന്ത് പറയാൻ പറ്റും? ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യം പറഞ്ഞു പരത്തുക ചില ആൾക്കാർ, എന്നാ ചെയ്യാൻ പറ്റും? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവമേ നിന്റെ വിധിക്കായി ഞാൻ വിട്ടുതരുന്നു, നീ ഇടപെടണമേ കർത്താവേ, നീ ഇടപെടണമേ. നമ്മൾ എന്തോരം പറഞ്ഞാലും അത് ശരിയാവില്ല. കർത്താവ് ഇടപെട്ട് കഴിയുമ്പം കർത്താവ് പറഞ്ഞവന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ തുടങ്ങും, അവന്റെ ജീവിതത്തിൽ മാറ്റം പെടുത്താൻ തുടങ്ങും, അവന് മാറ്റം ഉണ്ടാവും. ഞാൻ ഈയിടെ ഒരു ധ്യാനത്ത് പോയപ്പോൾ എന്നോട് പ്രാർത്ഥിച്ച് സന്ദേശം നൽകിയ സഹോദരൻ പറഞ്ഞു, കിട്ടിയ അച്ഛാ, അച്ഛനെ കുറിച്ച് ആരെന്ത് അപവാദം പറഞ്ഞാൽ മറുപടി പറയാൻ പോകണ്ട അച്ഛാ, ദൈവം അച്ഛന് വേണ്ടി എല്ലാം പറയാൻ റെഡിയായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ഈ ശുശ്രൂഷ മേഖലകളിൽ ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്, അപവാദങ്ങൾ ഉണ്ടാകാറുണ്ട്, ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് പോലും ഈ വേദനിപ്പിക്കുന്ന ആരോപണം ഉണ്ടാകാറുണ്ട്. ഇതിനെല്ലാത്തിനും മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, എന്തോരം മറുപടി പറഞ്ഞാലും ആരെ ബോധ്യപ്പെടുത്താൻ പറ്റും നമുക്ക്? ചിലരൊക്കെ അവരുടെ ബോധ്യങ്ങൾ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഞാൻ പറയും, ദൈവമേ നീ ഇടപെടണം. നിനക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റും, നിനക്ക് അവരെ ക്രമീകരിക്കാൻ പറ്റും, നിനക്ക് അവരുടെ ബോധ്യങ്ങൾ മാറ്റാൻ സാധിക്കും. കർത്താവിന് വിട്ടുകൊടുക്കും. കർത്താവിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ഇടപെടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ശാന്തമാകാൻ പറ്റും. പ്രിയപ്പെട്ട നിങ്ങളുടെ മനസ്സുകളിലൊക്കെ ചില നിർബല നിമിഷങ്ങളിലൊക്കെ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. ചിലപ്പോൾ നിങ്ങളുടെ അപ്പനെ ഒരാൾ ഉപദ്രവിച്ചു, സ്വത്ത് കയ്യേറി, ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ ദുരുപയോഗിച്ചു. ചിലപ്പോഴൊക്കെ ഇതൊന്നും നിങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ വിഷമിച്ച് നിൽക്കുക. നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്ക്, കർത്താവേ നീ ഇടപെടണമേ, സൈന്യങ്ങളുടെ കർത്താവേ നീ ഇടപെടണമേ, നീ എനിക്ക് ഉത്തരമാകുന്ന ഒപ്പം തന്നെ അവർക്ക് ഉത്തരം കൊടുക്കണമേ കർത്താവേ. ദൈവമേ അവരോട് നീ സംസാരിക്കണം, ഞാൻ സംസാരിക്കുന്ന പോലെയല്ല നീ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇടപെടും. പ്രായോഗിക ജീവിതത്തിൽ, അനുദിന ആത്മീയ ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേർ കരുതല് ദൈവം അപ്പോൾ പ്രതികാരം ചെയ്യുമെന്നൊക്കെ എത്രയോ പേരുടെ ജീവിതങ്ങൾ നമ്മൾ കാണുന്നു. തെറ്റിലൊക്കെ അപ്പോൾ പ്രതിഫലം കിട്ടുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിലെ 24-ാം വചനത്തിലെ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം പ്രതിഫലം കൊടുക്കുമെന്നും, ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം പ്രതിഫലം കൊടുക്കും. നല്ല കാര്യം ചെയ്തവർക്ക് നന്മയുടെ പ്രതിഫലം കിട്ടുന്ന പോലെ പ്രിയപ്പെട്ട തിന്മ ചെയ്യുന്നവർക്കെല്ലാം തിന്മയുടെ തിരിച്ചറിയും കിട്ടും. തിന്മകളൊക്കെ ദൈവം കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത്തിരി കാലതാമസം വരുമായിരിക്കും,
ചിലപ്പോൾ ദൈവത്തിന് സമയം വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ ദൈവം ഇടപെടും, തീർച്ചയായും ഇടപെടും. അതുകൊണ്ട് മനസ്സിലെ വിഷമങ്ങൾ മാറട്ടെ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പലരുടെ പ്രവർത്തനം മൂലം നിങ്ങൾ മനസ്സ് മുറിഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളുടെ സ്വത്ത് കയ്യേറ്റപ്പെട്ടിട്ടുണ്ടാകാം, ജീവിതം തന്നെ തകർന്നു പോയിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ ഇതിലേക്ക് ചില ആളുകളൊക്കെ ശാരീരികമായും ദുരുപയോഗിക്കപ്പെട്ടവർ കാണുമായിരിക്കും. അതിനെല്ലാത്തിനും നിങ്ങൾ ചോദിക്കാനും പോണ്ട, പറയാനും പോണ്ട, വഴക്കുണ്ടാക്കാനും പോണ്ട. സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നിയമങ്ങൾ അനുസരിക്കേണ്ട എന്ന് ഞാൻ പറയുന്നത് വെക്കുന്നില്ല. സമൂഹത്തിന്റെ രാജ്യ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് പോവാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ദൈവമേ നിന്റെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടും. ഈ കാലഘട്ടത്തിൽ എത്രയോ പേരുടെ അനുഭവങ്ങളാണ് നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കർത്താവ് ചോദിച്ചതിന്റെ കഥകളുമായി എത്രയോ പേരാ വരുന്നത്. കാരണം ദൈവം വെറുതെ വിടില്ല. ദുഷ്ടനെ കർത്താവ് ഇടപെടും, അവന്റെ ജീവിതത്തെ കർത്താവ് ഇടപെടും. കാരണം എന്നേക്കും നിർദ്ദയൻ പീഡിപ്പിക്കപ്പെടാൻ കർത്താവ് അനുവദിക്കുകയില്ല. എന്നേക്കും നിഷ്കളങ്കം ചവിട്ടിപതിക്കപ്പെടാൻ കർത്താവ് അനുവദിക്കുകയില്ല. ദൈവം ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ആ ദൈവത്തിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യവും പ്രതികാരവും ശത്രുതയും നിങ്ങൾ വിട്ടുകളാം. നിങ്ങൾ അതെല്ലാം ദൈവത്തിന് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടട്ടെ. നമ്മൾ ചില കേസുകളൊക്കെ വരുമ്പോൾ നല്ല വക്കീലന്മാരെ ഏൽപ്പിക്കാറില്ല നമുക്ക് വേണ്ടി വാദിക്കാൻ. കേസിന്റെ നൂലാമാലകളും കേസിന്റെ വശങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എല്ലാം അറിയുന്ന വക്കീൽ വാദിച്ച് നമുക്ക് വിജയം തരുമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതുപോലെ തന്നെ കർത്താവിന്റെ കോടതിയിലേക്ക് വിടും, കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്, കർത്താവിന്റെ വിധിക്കായി വിട്ടുകൊടുക്ക്. കർത്താവ് ഇടപെടും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു വെക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെടുന്നതാണെന്ന് വിശ്വസിക്കണം. ഈ കാലത്തും എൻ്റെ കുടുംബത്തിലും എൻ്റെ സാഹചര്യങ്ങളിലും ദൈവം ഇടപെടും. ഈ വിശ്വാസം എത്രമാ ശക്തമായി കടന്നു വരുന്നു. നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും, വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കും, മനസ്സിലെ പ്രതികാരങ്ങളൊക്കെ മാറ്റിവെക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ഈ വിശ്വാസം വളർന്നു വരണം. വിശ്വാസം ഏറുന്നതനുസരിച്ച് മനസ്സിന്റെ വൈരാഗ്യങ്ങൾ മാറാൻ തുടങ്ങും. ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസം, അടിയുറച്ച വിശ്വാസം, പ്രതിഫലം തരുന്നവനാണെന്നും എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നവനാണെന്നുള്ള വിശ്വാസം എത്രമാത്രം ശക്തമായി ഉള്ളിൽ നിറഞ്ഞു വരുന്നു, അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ദുഃഖങ്ങളും വാശിയും വൈരാഗ്യവും ശത്രുതയും പിണക്കും എല്ലാം മാറും. ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വിശ്വാസം കൊണ്ട് നിങ്ങൾ ഉള്ളിൽ നിറയാൻ വേണ്ടി. ആ വിശ്വാസം ഉള്ളിൽ നിറയുമ്പോൾ, അത് വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ജീവിതത്തെ ശുഭകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിസ്സഹായരും ദുർബലമായ നിമിഷമുണ്ട്. അനേക ആളുകൾ ഞങ്ങളെ പീഡിപ്പിക്കുകയും ഞങ്ങളെ ചവിട്ടി മെതിക്കുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ ജീവിത മേഖലകളിൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിലും ചെയ്യാത്ത അതിക്രമങ്ങളുടെ പേരിലും ഒക്കെ അവഗണിക്കപ്പെടാറുണ്ട്. കർത്താവെ, ഇതെല്ലാം നിന്റെ കരങ്ങളിലേക്ക് വിടുന്നു. എല്ലാം അറിയുന്ന തമ്പുരാനെ, അങ്ങ് എനിക്ക് വേണ്ടി ഇടപെടണമേ. എന്നെ ദ്രോഹിക്കുന്നവരോട് നീ ചോദ്യങ്ങൾ ചോദിക്കണമേ. എനിക്കെതിരായി യുദ്ധം ചെയ്യുന്നവരോട് നീ യുദ്ധം ചെയ്യണമേ. നല്ല കർത്താവെ, നിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസവും അഭയവുമാകണമേ. കർത്താവായ ദൈവമേ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരോടുള്ള ദേഷ്യങ്ങളൊക്കെ മാറ്റുവാനും പ്രതികാരവും ശത്രുതയും വൈരാഗ്യം ഉപേക്ഷിക്കുവാനും ഞങ്ങളെയും എല്ലാവരെയും ഒരുക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.